നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും MARP ന്യൂസിലോട്ട് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ന്യൂസ് ഡയറക്ടർ വാസു സാർ. പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് തൈ. സംഭവം സാൻ ഫീറോ പോലീസ് സ്റ്റേഷനിലെ പോലീസ് മേധാവിയുടെ റൂമിൽ. വാർത്തകൾ വിശദമായി. സാൻ ഫീറോ പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് തൈ കണ്ടെത്തി. കഞ്ചാവ് തൈയുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ കിടിലം ദൃശ്യം പുറത്തു. ആരുമറിയാതെ ഓഫീസിൽ രൂപമാറ്റം നടത്തി വളർത്താൻ ശ്രമിച്ചതാണ് പോലീസ് മേധാവി നോവ ജോൺ. പക്ഷേ നാട്ടുകാരുടെ സംശയത്തിന് പിന്നാലെ ആരുമറിയാതെ തൈ വിദേശ ഡ്രഗ്സ് മാഫിയ തലവനായ രാജമാണിക്യത്തിന് വിൽക്കാൻ ശ്രമിച്ചതാണ്. വിഷ്വൽ സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തി. പോലീസ് സ്റ്റേഷൻ തീ വെക്കുമെന്ന് തുടങ്ങി ഓൾഡ് പോലീസ് മേധാവി രാവണൻ തിരിച്ചു വരണമെന്ന് തുടങ്ങിയ പല പ്രതിഷേധങ്ങളാണ് സിറ്റിയിലെ പ്രമുഖ ഫാമിലികളായ ടിവിയെയും ലാവസാക്കയും ഉന്നയിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരായ ലച്ചു നായർ, ക്രിസ്റ്റി ഫ്ലെമി എന്നിവർക്കും പോലീസ് മേധാവി നോവ ജോണിനും ഇനി വീട്ടിലിരിക്കാം. തക്ക ശിക്ഷാ നടപടികളുമായി MARP സർക്കാർ. കഞ്ചാവ് തൈ പിടിച്ചെടുക്കുകയും ഉദ്യോഗസ്ഥരെ കുറച്ചുനാൾ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും തുടങ്ങിയ ശിക്ഷാ നടപടികൾ എടുത്ത് MARP പ്രസിഡന്റ് കഞ്ഞിക്കുയിൽ ഹരോൾഡ് കപ്പിത്താൻ. ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥർ പോലീസിന് വേണ്ടെന്ന് തുറന്നടിച്ച് MARP സർക്കാർ. ഇതുപോലുള്ള ഉദ്യോഗസ്ഥരാണ് സമൂഹത്തിൽ പോലീസിനെ കുറ്റവാളികളാക്കുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങൾ MARP പ്രസിഡന്റ് കഞ്ഞിക്കുയിൽ ഹരോൾഡ് കപ്പിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും സഹോദരന്മാർക്ക് കിട്ടേണ്ടത് കിട്ടി. പുതിയ പോലീസുകാർ LSലെ പഴയ പോലീസിന്റെ ചരിത്രം പിന്തുടരുന്നുണ്ട്. അതിന് ഏക ഉദാഹരണമാണ് ഈ സംഭവം. ഇത് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് കരുതിയില്ല. എന്തായാലും പോലീസ് സഹോദരന്മാർക്ക് ക്യാമറ സ്റ്റേഷനിലുള്ള കാര്യം ഓർമ്മ വരാൻ ഇതൊക്കെ കിട്ടുന്നത് നല്ലതാണ്. ലോസ് ആൻഡോസ് സിറ്റിയിലെ പോലീസുകാരുടെ ചരിത്രം പിന്തുടർന്ന് അങ്ങനെ സാൻ ഫീറോ പോലീസുകാർ നശിച്ചു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ന്യൂസ് ഡെസ്ക് MARP.